ഹായ് എൻ്റെ അമ്മാവാ, ഇതൊക്കെ വേണോ? ബസ്സിൽ കയറിയിട്ടാണ് പെണ്ണുങ്ങളുടെ പിന്നെ അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ സീറ്റിൻ്റെ ഇടയിൽ കൂടി കൈയിടുക, മാന്തുക, പിടിക്കുക. അമ്മാവൻ്റെ കാമകളികളൊക്കെ ഇന്നലെ എല്ലാ വീഡിയോയിലും എല്ലാ ചാനലുകളും വൈറലായിട്ടുണ്ട്. അപ്പോൾ അമ്മാവൻ കരുതി ഇതൊന്നും ആരും അറിയത്തില്ല, രഹസ്യമായിട്ട് ചെയ്യുക, തോണ്ട പിടിക്കുന്നൊക്കെ കരുതിയിട്ടോ. എൻ്റെ അമ്മാവ, നിങ്ങൾക്ക് ഇത്ര വലിപ്പം ഉണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലിപ്പം നിങ്ങളുടെ ആ സൂര്യൻ്റെ വെയിൽ അളന്ന് നോക്കും. നിങ്ങൾ ആ നിഴലിൽ അളന്ന് നോക്കും. നിങ്ങൾക്കില്ല മക്കളും മക്കളൊക്കെ ഇല്ലേ? ഇത്ര പ്രായമുണ്ടല്ലോ മനുഷ്യ, ഇത്ര വലിപ്പമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിന് വരെ തുണി തലയിൽ കെട്ടി നടന്നുകൂടെ അഴിച്ചിട്ട്? പെൺപിള്ളേരുടെ അവിടെ ഇവിടെയൊക്കെ വിരലിടാൻ നിൽക്കുന്നു. സീറ്റിൻ്റെ ഇടയിൽ കൂടി വിരലിട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ല. ഇതൊക്കെ ആരും കാണൂല. ഇതൊക്കെ വീഡിയോ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പഴയ കാലമല്ല അമ്മാവ, ഇതൊക്കെ അറിയും. 10-20 കൊല്ലം മുന്നത്തെ കാര്യമൊന്നുമല്ല. 10-25 കൊല്ലം മുമ്പ് അമ്മാവൻ നടക്കുന്ന സമയത്തൊന്നും ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അന്ന് അമ്മാവൻ കൈയിട്ട് പിടിച്ചാലും ആരും അറിയില്ല. പക്ഷേ ഇന്നതല്ല. ഇന്ന് സോഷ്യൽ മീഡിയ കണ്ടമാനമുണ്ട്, ന്യൂസ് ചാനൽ കണ്ടമാനമുണ്ട്, പല വാർത്താ മാധ്യമങ്ങളുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്, ഫേസ്ബുക്കൊക്കെ ഉണ്ട്. ഇതിലാരെങ്കിലും ഒരു റീല് എടുത്തിട്ട് ഇട്ട് കൊടുത്തുക അമ്മാവൻ്റെ കാര്യം കഷ്ടമാണ്. അമ്മാവനെ അറിയണം. കാരണം അമ്മാവന് ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല അടിക്ക് കിട്ടാത്ത കേടാണ്, വേറൊന്നുമല്ല. മനസ്സിലായില്ലേ? അമ്മാവന് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരിക്കുക. കൈയും കാലും തല്ലി ഓടിച്ച് ആരെങ്കിലും എവിടെ ഉണ്ടെങ്കിലും മക്കൾ പിന്നെ കാണേണ്ടി വരും. സ്വന്തം മക്കൾ തന്നെ ചിലവിന് കൊടുക്കുക. പിന്നെ കൈയും കാലും ഓടിച്ച് തല്ലി ഓടിച്ചിട്ട് എവിടെയെങ്കിലും മൂലക്കിട്ട് ചിലവിന് തരേണ്ട കാലം അത് ചെയ്യേണ്ടി വരും. നിങ്ങളെ ഇതെല്ലാം മക്കൾ നിയന്ത്രിച്ചിട്ട് നിങ്ങൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാർ തല്ലിക്കൊല്ലും. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക രോഗമാണെന്നോ അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ കേസെടുത്തിട്ട് ചിലപ്പോൾ ഒഴിവാക്കി വിടും. ചിലപ്പോൾ 2 തല്ല് തരും, ചിലപ്പോൾ തരും ചില പോലീസുകാർ. പൊതുജനം അങ്ങനെയല്ല. പൊതുജനം കഴുതയല്ല അമ്മാവൻ ഈ ചെയ്യുന്നതൊക്കെ ആൾക്കാരിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പല സോഷ്യൽ മീഡിയകളിലും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാവൻ്റെ വിചാരം ആരും അറിഞ്ഞിട്ടില്ല അമ്മാവൻ്റെ ഒരു വിവരം. അമ്മാവന് ഇപ്പോൾ അമ്മാവന് മൊബൈലുണ്ട്. അമ്മാവൻ മൊബൈലെടുത്ത് രാവിലെ നോക്കാം. അമ്മാവൻ്റെ കാമകേളികളുടെ വാർത്തകളാണ് ഫുൾ ചാനലുകളിലും വരുന്നത്. മനസ്സിലായില്ലേ? ഇത് ഈ ഒരു അമ്മാവൻ്റെ കാര്യമില്ല, എല്ലാ അമ്മാവന്മാർക്കും ഈ വയസ്സായ അമ്മാവന്മാർക്കാണ് ഇപ്പോൾ കഴപ്പ് കൂടുതൽ. അറിയോ? ചെറുപ്പക്കാർ കുറവാണ്. വയസ്സായ അമ്മാവന്മാർക്ക് ചില പെൺപിള്ളേരെ കാണുമ്പോൾ ചെറിയ കഴപ്പ് തോണ്ടാനും സീറ്റിൻ്റെ ഇടയിൽ കൂടി കൈയിടാനും പിടിക്കാനും വലിക്കാനും. ഇതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോ? ഇത് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, പല ചാനലുകളും. ഇപ്പം അമ്മാവൻ്റെ വാർത്ത ഇന്നലെ ഞാൻ ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ അമ്മാവൻ അവിടെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക, മെല്ലെ ഇങ്ങനെ കൈയിടുക. അപ്പം ഞാൻ കരുതി കൈ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ വിരലിട്ട് ഇങ്ങനെ ഇതാകുമെന്ന് കരുതി. ഇത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൈക്ക് നിങ്ങൾക്ക് സ്വാധീനക്കുറവ് ഒന്നുമില്ല, സ്വാധീനം കൂടുതലാണ്. ലേശം ഓവറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരം നിങ്ങളെ ആരും കണ്ടിട്ടില്ല, അറിയത്തില്ല. പക്ഷേ ഇത് 100 ആൾക്കാർ വീഡിയോ പിടിക്കണ്ടാവും. മനസ്സിലായില്ലേ? ഇത് ബാക്കിയുള്ള അമ്മാവന്മാരും കൂടി ശ്രദ്ധിക്കണം. അമ്മാവന്മാരല്ല, അപ്പോൾ അമ്മായിമാരും പിന്നെ ചെറുപ്പക്കാരികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൈയിട്ട് എവിടെയും പിടിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ കാണാനും കേൾക്കാനും ആൾക്കാരുണ്ട്. 100 ന്യൂസ് ചാനലിൽ ഇപ്പോൾ ഉണ്ട്, പഴയതുപോലൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മാവന് എല്ലാവിധ പിന്നെ എന്താ ഞാൻ പറയാം, ഞാൻ വരെ തെറിയും പറയുന്നില്ല. അപ്പോൾ എല്ലാവിധ തെറി അമ്മാവനെ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ശരി എന്നാൽ.